വെറുതെ വീട്ടിൽ കുത്തിരുന്നിട്ട് ബോറടിക്കുന്നു. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, എന്റെ അമ്മച്ചി, അതാരാടാ? നിനക്ക് അതും തുറന്നു നോക്കാം. എന്റെ അമ്മേ, അപ്പൂപ്പനാരാ? മോനെ, എനിക്ക് ഇത്തിരി വെള്ളം തരാമോ? അതിനെന്താ തരാല്ലോ. അല്ല, അപ്പൂപ്പന്റെ വീട് എവിടെ? അപ്പൂപ്പൻ എവിടുന്നാ വരുന്നേ? എനിക്ക് വീടൊന്നും ഇല്ല മോനെ. സ്വന്തമായിട്ട് ഞാനൊരു പാവപ്പെട്ട അപ്പൂപ്പനാ. എനിക്ക് വീടില്ല, എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. അപ്പൂപ്പന്റെ പേരെന്താ? എന്റെ പേര് കുട്ടപ്പനെന്നാ. കുട്ടപ്പൻ ജംഗ്ഷനിലെ ഒരു കടയില് ഒരു മാമന്റെ പേരാ കുട്ടപ്പൻ. എന്നാ അപ്പൂപ്പൻ, ഞാൻ വെള്ളം എടുത്തിട്ട് തരാവേ. ആ ശരി മോനെ. മണ്ടൻ ചെറുക്കൻ. ഈ ചെറുക്കൻ അറിയാമോ, ഞാൻ ഈ വീട്ടിലെ സാധനമൊക്കെ മോഷ്ടിക്കുമെന്ന കള്ളനാണ്. ശരിക്കും എന്റെ മീശൊന്നും അരച്ചിട്ടേ ഇല്ല. അത് കുറച്ച് പൗഡർ ഇട്ട. എന്റെ തലയിലെ മുടിയും വെള്ള കളറല്ല, അത് ശരിക്കും ബ്ലാക്ക് കളർ. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പൗഡർ ഇട്ടതാ. പിന്നെ കൊള്ളാത്ത ചീത്ത വസ്ത്രമൊക്കെ എടുത്തിട്ട് മണ്ടൻ ചെറുക്കൻ അത് വിശ്വസിച്ച്. എന്താ മോനെ? ദേഷ്യപ്പെട്ടിരുന്നേ? ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല മോനെ. എനിക്ക് വെള്ളം കൊണ്ട് താ. ഇന്ന് അപ്പൂപ്പ വെള്ളം? ആ താ, ഞാൻ കുടിക്കട്ടെ. ഇന്നാ മോനെ ഗ്ലാസ്. വളരെ നന്ദിയുണ്ട് മോനെ, എനിക്ക് വെള്ളം തന്നോണ്ട്. ശരി, എന്നാ ഞാൻ പോയേക്കുവാ. ആ ശരി അപ്പൂപ്പ. ഈ ഗ്ലാസ് കൊണ്ട് അടുക്കള വെക്കട്ടെ. ഇനി കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ പോവാ. അമ്മയും കൺമണിമോളും തുമ്പിയാണെങ്കിൽ ഇവിടെ പോയേക്കുമല്ലോ, മാമന്റെ വീട്ടില്. അവര് വൈകിട്ടേ വരുത്തുണ്ട്. അവരെന്നോട് വരാൻ പറഞ്ഞ ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടു. പക്ഷെ അവരോട് പോകണ്ടായിരുന്നു. എനിക്കൊന്നും വയ്യ കാറിൻ്റെ അകത്തൊന്നും പോകാൻ. എന്താ ചൂടാ കാറിനകത്ത്. കാറിന്റെ AC ആണെങ്കിൽ കേടുവാ. നന്നാക്കാൻ ഇനി നാളെ കൊണ്ടുപോകണം കാർ. ഗ്ലാസ് കൊണ്ട് അടുക്കള വെക്കട്ടെ. മണ്ടൻ ചെറുക്കൻ കഥവും കൂട്ടിയിടാതെ അങ്ങ് പോയേക്കുന്നു. അതുകൊണ്ടെന്താ എനിക്ക് വീടിൻ്റെ അകത്ത് കയറാൻ പറ്റിയല്ലോ. ഈ വീട്ടിൽ ഇപ്പൊ ആരും ഇല്ലെന്ന് തോന്നല്ലോ. ആരുടെ സൗണ്ട് കേൾക്കാനില്ല. എന്നാ പിന്നെ ഞാൻ എന്തിനാണോ ചെറുക്കൻ്റെ വെള്ളം അങ്ങ് ചുടിച്ചിട്ട് ഇറങ്ങിപ്പോയത്? നേരിട്ട് അങ്ങ് മോഷിച്ചോണ്ട് പോയാൽ പരായിരുന്നു. അല്ല, അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ വീട്ടുകാരും ഇല്ലെന്ന് ഇവിടെ. ആ മണ്ടൻ ചെറുക്കൻ മാത്രമുള്ളൂ ഈ വീട്ടിൽ മോഷ്ടിക്കാൻ പറ്റിയ അവസരം. ആദ്യം ഈ TV എടുത്തോണ്ട് മുറ്റത്തോണ്ട് വെക്കാം. ഓ, ഇതെന്താ TV ഇത്? ഇതൊന്ന് പശ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ് ടേബിളില്. വലിച്ചിട്ടും വരുന്നില്ല. ഓ, ഇതെന്താ TV ഇത്? ടേബിളിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാണ് TV. വലിച്ചിട്ടും വരുന്നില്ലല്ലോ. ഈ അപ്പൂപ്പൻ വരെ പോയില്ലേ? അപ്പൂപ്പൻ എന്താ TVയുടെ കാര്യം എന്താണ്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ചെന്ന് നോക്കട്ടെ. ഇനി അപ്പൂപ്പ വല്ല കള്ളം വല്ല ആണോ? TV എല്ലാം മോഷ്ടിക്കാണോ ഇനി? എന്റെ അമ്മയെ ഓടിച്ചെല്ലട്ടെ. ഓ, ഇത് എന്തൂട്ടാ TV ഇത്? വലിച്ചിട്ടും വരുന്നില്ലല്ലോ. ഇത് എന്തോ വെച്ച് ഒട്ടിച്ചു വെച്ചപ്പോ സാധനം ഇത്. അത് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ TV ഒക്കെ കാണുന്നത്. അതിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ വന്നതാണേ. ഓ, ഞാൻ പോയേക്കാം. ഓ, ഞാൻ TV മോഷ്ടിക്കുന്ന ആ തക്ക സമയത്ത് തന്നെ ഈ ചെറുക്കം വന്നു. ഓ, ഇനി എന്ത് ചെയ്യാവോ? ഈ അപ്പൂപ്പൻ എന്തോ കള്ളനാന്ന് തോന്നുന്നല്ലോ. കഥ കുറ്റിയിട്ടേക്കാ. എന്റെ അമ്മേ, രക്ഷപ്പെട്ട് ഇനിയും പേടിക്കണ്ട. കഥ കുറ്റിയിട്ട് ആ ചെറുക്കം കഥവ് കുത്തിയിട്ടല്ലോ. ഞാൻ എവിടെ കൂടെ കേറും? ഓ, എനിക്ക് തോന്നുന്നു വീടും വിട്ടിട്ട് വേറെ ഏതെങ്കിലും വീടും തപ്പി പോവാം. അതല്ല വേറെ വഴിയില്ല. അങ്ങനെ പോകാൻ പറ്റത്തില്ല എനിക്ക്. ഈ വീട് എന്തായാലും മോഷ്ടിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ. ഇത് ഈ കുട്ടപ്പനാ പറയുന്നത്. എന്റെ അമ്മ, അയാൾ ശരിക്കും കള്ളൻ. അയാൾ പറയാനൊക്കെ മൊത്തം കേട്ട് ഞാൻ. എന്റെ അമ്മച്ചേ, പേടി വരുന്നു. ചെറുക്ക, കഥവ് തുറക്കടാ. ഞാൻ കള്ളൻ തന്നെയാണ്. ഈ TV ഞാൻ മോഷ്ടിച്ചോണ്ട് പോവാ. എന്റെ അമ്മ, ഇയാൾ കള്ളൻ തന്നെ. അയ്യോ, പേടി വരുന്നു. അമ്മയും കൺമണിമോളും തുമ്പയില്ല ഇവിടെ. മര്യാദ കാറോട് ഞാൻ പോയാൽ മതിയായിരുന്നു. പേടി വരുന്നു എന്റെ അമ്മേ. ഈ ജനാലകളെ പൊളിച്ച് കള്ളമല്ല അകത്ത് കയറൂ. അല്ല, ജനാലയ്ക്ക് നിറച്ച് കമ്പി ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. എടാ പോടാ കള്ള. നീ പോടാ ചെറുക്ക, മര്യാദക്ക് കഥവ് തുറക്കടാ. നീ പോടാ കള്ള. എനിക്ക് കഥവ് തുറക്കാൻ സൗകര്യമില്ല. ആഹാ, നീ അത്രക്കായോടാ? അത് ഞാൻ കഥവ് ചവിട്ടി പൊളിക്കും. നീ പോടാ കള്ള. ചെറുക്ക, നിന്നോട് മര്യാദക്ക് കഥവ് തുറക്കാനാ പറഞ്ഞേ. തുറക്കടാ കഥവ്, അല്ലെങ്കിൽ ഞാൻ കഥവ് ചവിട്ടി പൊളിക്കും. കേട്ടോടാ? പിന്നെ എന്നെ അല്ലേടാ പോലീസ് പിടിക്കുന്നേ? ഞാൻ എത്ര വീട് കൊള്ളയടിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇതുവരെ എന്നെ ഒരു പോലീസുകാരും പിടിച്ചിട്ടില്ല. അതുപോലെ ഇന്ന് തന്നെ ഒരു പോലീസും പിടിക്കത്തില്ലടാ. മര്യാദക്ക് കഥവ് തുറക്കാനാണ് നിന്നോട് പറഞ്ഞേ. അത്രക്കാണ് ചെറുക്ക നീ. ഈ കഥവ് ചവിട്ടി പൊളിക്കാൻ പോവാണ് ഞാൻ.
ഓ ഇതെന്തൊരു കഥ ഇത്? ഇരുമ്പിന്റെ വല്ല കഥവും വല്ല ആണോ ഇത്? ചവിട്ടിയിട്ടും പൊളിയുന്നില്ലല്ലോ. എന്തൊരു കഥ ഉണ്ടാക്കി വെച്ചേക്കുവാണ് ഇവര്. ഡാ ചേർക്കാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ കഥകൾ തുറക്കടാ. ധൈര്യം ഉണ്ടെങ്കിൽ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കഥകൾ തുറക്കണം മര്യാദക്ക്. ഡാ ചേർക്കാ, നിന്നോട് നല്ല മര്യാദക്ക് ഞാൻ പറയാം. മര്യാദക്ക് കഥകൾ തുറക്കടാ. അല്ലെങ്കിൽ ഞാൻ ഈ കഥ ചവിട്ടി പൊളിച്ച് അകത്ത് കയറും. അങ്ങനെ നിന്നെ ഞാൻ തല്ലി കൊല്ലും. പിന്നെ തനിക്കൊന്ന് അകത്ത് കയറുമ്പോൾ കടവ് തുറന്നു തന്നാലും താൻ എന്നെ എന്തായാലും തല്ലിക്കൊല്ലും. കള്ളന്മാർ എന്താ പറഞ്ഞാലും അത് കള്ളത്തരവാ. ഡാ ചെറുക്ക, നീ എന്തിനാണ് എന്റെ കള്ളന്മാരുടെ കുടുംബത്തിനെ പറ്റി പറഞ്ഞേ? കഥവും ചവിട്ടി പൊളിച്ചു വന്ന് നിന്നെ കൊല്ലൂടാ. താൻ എന്നെ കൊല്ലാൻ പാടും, തന്നെ ഞാൻ ശരിയാക്കൂടോ. ഡാ ചെറുക്ക, നിനക്ക് ഇത്ര നേരില്ലാത്ത ധൈര്യം എവിടുന്ന് വന്നടാ? എനിക്ക് ഇച്ചിരി ധൈര്യം വന്നു. തനിക്ക് എന്ത് വേണോടാ അതിന്? എടാ ചെറുക്ക, നിനക്ക് ധൈര്യം വന്നു. എന്നാ കഥവ് തുറക്കടാ. എനിക്ക് അങ്ങനെ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. എന്തോ പറയണേ, എന്റെ ബൈക്കിന് എഞ്ചിനാണെങ്കിൽ എന്തോ പറ്റി. അത് വർഷോപ്പിൽ കൊടുത്തേക്കുവാ. നാളെ നന്നാക്കി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് സ്റ്റേഷനിൽ വരെ നടന്നു പോണം. എന്റെ അമ്മേ, 1 കിലോമീറ്റർ ഉണ്ട് സ്റ്റേഷനിലോട്ട്. ഡാ ചെറുക്കാ, കഥവ് തുറക്കടാ മര്യാദക്ക്. തുറക്കടാ. ഈ വീട്ടിനകത്തുനിന്ന് എന്തോ ഭയങ്കര സൗണ്ട്. അവിടെ ഒരു വയസ്സായിട്ടുള്ള ആളും ഇപ്പോണ്ടല്ലോ. അയാളാണോ സൗണ്ട് ഉണ്ടാക്കുന്നത്? ചെന്ന് നോക്കട്ടെ എന്തോ കാര്യമെന്ന്. അതെ, തുറക്കടാ കഥവ്. ഡാ ചെറുക്ക, പിന്നെ കള്ളന്മാരെ മോഷ്ടിക്കുന്നതല്ല, മുല്ലപ്പ കാണാൻ വന്നതൊന്നും അല്ലല്ലോ. എന്റെ അമ്മ ഈ നട്ടിച്ച സമയത്ത് ഒരു കള്ളനാണെങ്കിൽ ഒരു വീട്ടിലോട്ട് കയറാൻ നോക്കുന്നു. അപ്പൊ എന്റെ അടുത്തല്ല എടാ കള്ള നിന്റെ കളി. ഡാ കള്ള. എന്റെ അമ്മേ, പോലീസ്. ഡാ കള്ള, നീ അവിടെ മോഷ്ടിക്കാൻ വന്നേക്കുമല്ലേടാ? ഡാ കുട്ടപ്പൻ കള്ള, നീയാണോടത്? നിന്നെ ഞങ്ങൾ എത്ര നാളുകൊണ്ട് പിടിക്കാൻ നോക്കുമെന്നറിയാവോ? നിന്നെ ഇതുവരെ കിട്ടിയതില്ല ഞങ്ങളുടെ കയ്യിൽ. ഇപ്പൊ ഞങ്ങളുടെ കിട്ടിയടാ. അയ്യോ സാറേ, എന്നെ വിട്ടയക്ക്. അയ്യോ, ഇപ്പൊ നിന്നെ വിട്ടയക്കടാ. എന്റെ കൂടെ വാടാ മര്യാദക്ക്. ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അവരെ ഇറങ്ങി വരൂ. പോലീസുകാരാകേണ്ട വണ്ണം തോന്നല്ലോ. ഇറങ്ങി ചെല്ലട്ടെ. മോൻ മാത്രമുള്ള ഈ വീട്ടില്? ഞാൻ മാത്രമുള്ള ഈ വീട്ടില്. മോന്റെ അച്ഛനും അമ്മയൊക്കെ എന്തേ? എന്റെ അച്ഛനാണ് ജോലിക്ക് പോയിക്കുക. എന്റെ അമ്മയും പിന്നെ എന്റെ 2 അനിയത്തികളാണെങ്കിൽ മാമിയും മാമന്റെ വീട്ടിൽ പോയി. ശരി മോനെ. ഡാ കള്ള, ഇങ്ങോട്ട് വാടാ. അയ്യോ എന്റെ അമ്മച്ചേ, എന്നൊന്നും ചെയ്യല്ലേ സാറേ. നിന്നെ ഞാനൊന്നും ചെയ്യത്തില്ലടാ. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ചായ മടയും വാങ്ങിച്ചു തരാവേ. ചായ മട വാങ്ങിച്ചു തരുമോ? ഞാൻ മണ്ടാ, നിനക്ക് ചായ മടയും വാങ്ങിച്ചു തരുന്നല്ലോ പറഞ്ഞേ. നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കും. അയ്യോ എന്റെ അമ്മച്ചേ, സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. വാടാ എന്റെ കൂടെ സ്റ്റേഷനിലോട്ട്. മോനിന്നെ വീടിന്റെ അകത്ത് കയറി പൊക്കോ. ശരി സാറേ. നിന്റെ അഹങ്കാരം തീർന്നോടെ കള്ള. ഇത്രയും നാളും നിന്നെ ഞങ്ങൾ പിടിക്കാൻ നടന്ന്. ഞങ്ങൾ നിന്നെ പിടിക്കാൻ വരുന്ന സമയത്ത് നീ അപ്പൊ തന്നെ പിടിയേറി വരുന്നെങ്കിൽ നിനക്ക് അന്ന് 2 വർഷം കടന്നു മതിയായിരുന്നു. ഇത്രയും കടന്ന് ഞങ്ങൾ ഇട്ട് ഓടിപ്പിച്ചോണ്ട് നിന്നെ 10 വർഷം ജയിലിടും. 1 ലക്ഷം രൂപ ഫൈനും. അയ്യോ അമ്മച്ചേ. ഇനി അമ്മച്ചേനെ വിളിച്ചിട്ടും കാര്യമില്ല, ആരും വിളിച്ചിട്ടും കാര്യമില്ല. നടക്കട എന്റെ കൂടെ സ്റ്റേഷനിലോട്ട്. എന്റെ സാറേ, ഈ ജയിലിന്റെ ആവശ്യമൊക്കെ ഉണ്ട്. ഞാനിവിടെ മര്യാദക്ക് ഇങ്ങനെ നടന്നോളാം. നീയെ ഇങ്ങനെ വെറുതെ നടക്കത്തില്ല. ഓരോ വീട്ടിലെ സാധനം മോഷ്ടിച്ച് നടക്കത്തുള്ളൂ. വാടാ എന്റെ കൂടെ. അയ്യോ സാറേ, എന്നെ ഇടിച്ച് ചമ്മന്തി ആക്കല്ലേ. നിന്നെ ഞാൻ ഇടിക്കുന്നൊന്നുമില്ല. 1 ലക്ഷം രൂപ തരാനില്ലേ നിന്നെ ഇടിക്കുന്നേ? അയ്യോ 1 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം ആണെങ്കിൽ ഞാൻ തരാവേ. പക്ഷെ എന്നെ ഒന്നും ചെയ്യല്ലേ. നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. 1 ലക്ഷം രൂപ ഫൈനും പിന്നെ 10 വർഷം ജയിലിൽ കിടന്നാൽ മതി. വാടാ എന്റെ കൂടെ. അയ്യോ ഞാൻ വരാവേ സാറേ.